ഹരേ കൃഷ്ണ രാധേശ രാധേശ. ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണെന്ന് ശ്രീലകത്ത് നിൽക്കുന്നതേ എന്ന് നമുക്ക് കാണണ്ടേ? കാത്തിരിക്കുകയല്ലേ രാവിലെ മുതൽ. എങ്ങനെയായിരിക്കും പൊന്നുണ്ണിക്കണ്ണൻ എന്ന് ഉച്ചപൂജ അലങ്കാരത്തിൽ ഉച്ചപൂജ നട അടച്ച് തുറന്ന് നമ്മളിന്ന് നേതിയൊക്കെ കഴിഞ്ഞ് പൊന്നുണ്ണിക്കണ്ണനെ കളഭാലങ്കാരത്തിൽ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് കാത്തിരിക്കുന്ന നമ്മുടെ ഇടയിലേക്ക് അതാ ഉച്ചപൂജ നട അടച്ച് തുറന്ന് പൊന്നുണ്ണിക്കണ്ണൻ അതാ വന്നിരിക്കുന്നു. എങ്ങനെയാ പൊന്നുണ്ണിക്കണ്ണൻ എന്നുള്ളത്? അതാ ഒരലിന്മേൽ കയറുകൊണ്ട് കെട്ടിയിട്ടുള്ള ഭഗവാന്റെ ആ പൊന്നുണ്ണിക്കണ്ണന്റെ രൂപമാണെന്ന് ശ്രീലകത്ത് കാണുന്നത് കളഭാലങ്കാരത്തിൽ. ഇത്ര മനോഹരമായിട്ടാണല്ലേ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. പുഞ്ചിരിയുണ്ട് അല്ലേ മുഖത്ത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള ആ ദാമോദരനായിട്ടുള്ള ദാമം കയറുകൊണ്ട് ശരീരത്തിൽ ബന്ധിച്ചവനെ എന്നർത്ഥം വരുന്ന ദാമോദരനായിട്ടുള്ള ഭഗവാനെ കാണാനായിട്ട് എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും ആ ഗുരുഭവനപുരിയിലേക്ക് എത്താട്ടോ. എവിടെ ഇരുന്നായാലും ഏത് ലോകത്തായാലും എവിടെ ഇരുന്നായാലും ഭഗവാന്റെ ആ ഗുരുഭവനപുരിയിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് എല്ലാവരും എത്താ. അങ്ങനെ കണ്ണനെ കാണാനായിട്ട് ആ ഉണ്ണിയുടെ കുസൃതികളൊക്കെ ഇങ്ങനെ കാണണ്ടേ? ഓരോ ദിവസം ചെല്ലുന്തോറും കുസൃതി ഇങ്ങനെ കൂടി കൂടി വരും അല്ലേ? എന്താ ഇപ്പം ഇത് കാരണം എന്നറിയോ? അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് ശ്രീലകത്തേക്ക് നമ്മൾ ഓരോരുത്തരും എത്താണ്. അങ്ങനെ കാരണം ഇത്രയേ ഉള്ളൂ. യശോദാമ്മ അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പാലതാ കലത്തിൽ തിളപ്പിക്കാൻ വെച്ച പാലതാ തിളച്ച് തൂവുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് അത് പോയി എടുക്കണ്ടേ, അത് വെക്കണ്ടേ, മാറ്റി വെക്കണ്ടേ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ അമ്മിഞ്ഞ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യശോദാമ്മ പോയിട്ട് ആ പാലും ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ അങ്ങ് പോയി. ഇത് കണ്ട പൊന്നുണ്ണിക്കണ്ണൻ അങ്ങ് എന്തോന്നാ പറയാ, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തായാലും ആർക്കായാലും ദേഷ്യം വരില്ലേ? ഇതെന്ത് ചതിയായി അമ്മ ചെയ്ത്, യശോദാമ്മ ചെയ്തത്? അങ്ങനെ പൊന്നുണ്ണിക്കണ്ണന് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നു. അങ്ങനെ ദേഷ്യം വന്ന് പൊന്നുണ്ണി അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആ വെണ്ണക്കുടങ്ങളൊക്കെ ഇങ്ങനെ തല്ലി ഉടയ്ക്കാൻ തുടങ്ങി. എല്ലായിടത്തും അങ്ങ് മേലൊക്കെ വെച്ച് തേച്ചു, മുഖത്തും തലയിലൊക്കെ വെച്ച് തേച്ചു. അങ്ങനെ ദേഷ്യം, ചെറിയൊരു കുഞ്ഞു ദേഷ്യമാണല്ലേ, കുട്ടിക്കുറുമ്പൻ്റെ ദേഷ്യമല്ലേ. അങ്ങനെ 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 മേലൊക്കെ വെച്ച് തേച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. യശോദാമ്മ വരുമ്പോൾ എന്താ കണ്ടത്? അതാ എൻ്റെ പൊന്നുണ്ണി മേലൊക്കെ വെണ്ണയൊക്കെ വാരി തേച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. കുറേ വായിലുണ്ട്, മുഖത്തുണ്ട്, കണ്ണിലുണ്ട്, തലയിൽ എല്ലായിടത്തും തേച്ച് വെച്ചു. എന്ത് കുറുമ്പല്ലേ പൊന്നുണ്ണി കണ്ണനെ, എന്തൊരു മാത്രം കുറുമ്പ ഓരോ ദിവസം കാണിച്ചു കൂട്ടുന്നത്. യശോദാമ്മയ്ക്ക് വയ്യ, എന്താ പറയാ. അങ്ങനെ യശോദാമ്മ എന്ത് ചെയ്തു? മിറ്റത്ത് കാണുന്ന ഒരു ഒരൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുമേല് ഒരു കയറും വെച്ചങ്ങ് പൊന്നുണ്ണി അങ്ങ് കെട്ടിയിട്ട് ആ ഭാവമാണ് ആ ഒരലിൽ പിടിച്ചു കിട്ടി. ഭഗവാനെ, പൊന്നുണ്ണിക്കണ്ണനെ, യശോദാമ്മ ഒരലിൽ പിടിച്ചു കിട്ടിയ ഭാവമാണ് ഇന്ന് ശ്രീലകത്ത് കണ്ണനുള്ളത് കേട്ടോ. അങ്ങനെ ഒരലിൽ പിടിച്ചു കിട്ടിയ കണ്ണനുണ്ട്, വെറുതെ ഇരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി, ചുറ്റുപാട് ആളൊന്നും കാണുന്നില്ല. അമ്മ പറഞ്ഞു, യശോദാമ്മ പറഞ്ഞു, ഇനി ഇവിടെ നില്ല് എൻ്റെ പൊന്നുമോനങ്ങ് ഇവിടെ നില്ല്, കുറച്ച് നേരം ഒന്ന് സ്വസ്ഥമായിട്ട് മിണ്ടാതിരിക്കൂ എന്നും പറഞ്ഞ് കൊച്ചിനവിടെ അങ്ങ് കെട്ടിയിട്ട് അങ്ങ് പോയി. യശോദമ്മ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് പോയി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള ഭാവത്തിൽ പൊന്നുണ്ണി കണ്ണൻ എന്ത് ചെയ്തു? ആരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അത് ഭാവം കണ്ടപ്പോൾ പൊന്നുണ്ണി കണ്ണൻ മെല്ലെ അങ്ങ് ആ ഒരലും വലിച്ചങ്ങ് നീന്താൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. നല്ല ഭാരമുള്ള ഒരലല്ലേ, അതും വലിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് മരുതാമരങ്ങൾ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ കണ്ണൻ അങ്ങ് കയറി. ഒരലുണ്ടോ പിന്നാലെ വരുന്നു. അങ്ങനെ ഒരല അതിൻ്റെ പിറകിൽ അങ്ങ് പെട്ടുപോയി. കയറങ്ങനെ പിടിച്ച് വലിച്ച് കണ്ണൻ എന്താക്കി? ആ രണ്ട് മരങ്ങളെയും വലിച്ചങ്ങ് തട്ടിയിട്ട് രണ്ട് മരം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വീണു. എന്താ ഇപ്പം ശബ്ദം? അങ്ങനെ ആ മരങ്ങൾ വീണു. കണ്ണന് വല്ല കുലുക്കമുണ്ടോ? ഒരു കുലുക്കമില്ല. കണ്ണനിങ്ങനെ ആ രണ്ട് മരങ്ങൾ നോക്കിയപ്പോഴാണ് ആ രണ്ട് മരങ്ങൾ, ആ മരുതാമരങ്ങളുടെ ഇടയിൽ നിന്ന് കുബേരൻ്റെ മക്കളായിട്ടുള്ള ആ നളകുബേരനും മണിഗ്രീവനും, അതാണ്
അവർ രണ്ടുപേരാണ്. നാരദമുനിയുടെ ശാപം നിമിത്തം, ശാപം മൂലം ഇവരെങ്ങനെ രണ്ട് മരങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മുടെ നാരദമുനി പറയുന്നുണ്ട്, അമ്പാടിയിൽ കണ്ണൻ വരുന്ന സമയത്ത് അന്ന് മാത്രമേ നിങ്ങൾക്ക് ഇതിന് മോക്ഷം കിട്ടുള്ളൂ. കണ്ണൻ വരുമ്പോൾ മാത്രം മോക്ഷം കിട്ടും. അപ്പോൾ നിങ്ങൾ അതുവരെ ഈ മരങ്ങളായിട്ട് എങ്ങനെ ഇവിടെ നിൽക്കണം. അതാണ് നിങ്ങൾ എന്തോ ഒരു നാരദമുനിയോട് ചെയ്ത എന്തോ ഒരു കള്ളത്തരമാണല്ലേ ഒക്കെ. അപ്പോൾ ഇങ്ങനെ മരങ്ങളായിട്ട് നിൽക്കാനായിട്ട് നാരദമുനി ശപിച്ചു. അങ്ങനെയാണ് ഈ രണ്ടുപേരും അങ്ങനെ അവിടെ നിൽക്കുന്നത്. ഈ ശാപമോക്ഷമാണ്, അതായത് ഇവർക്ക് കുബേരൻ്റെ മക്കൾക്ക് ശാപമോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വരയിൽ കെട്ടിയ ഭാവത്തിൽ ഇങ്ങനെ അങ്ങനെ വന്നത്. യശോദാമ്മയ്ക്ക് അറിയോ ഈ കഥ? ഭഗവാൻ അറിയാലേ എന്താണ് ഭാവമെന്ന്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഈ ഭാവത്തെ നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കൂ. എങ്ങനെയാണ് ഒരലാകുന്ന നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതാ ധാമമാകുന്ന കയറാകുന്ന ആ ധാമം കൊണ്ട് കയറുകൊണ്ട് ഭഗവാനുമായി നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നു, ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു. എന്താ കഥ? നമ്മൾ ഓരോരുത്തരെയും ഭഗവാനുമായി ഭഗവാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നു, കെട്ടിവെച്ചിരിക്കുന്നു, യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ഭഗവാന്റെ ഒരു ലീലയാണത്. മനുഷ്യരെ നമ്മൾ ഓരോരുത്തരെയും ഭഗവാനുമായി അടുപ്പിക്കാൻ, ആ ദാമോദരനുമായി അടുപ്പിക്കാനായിട്ട് ഭഗവാൻ കണ്ട സൂത്രം. നമ്മൾ ഓരോരുത്തരെയും ഭഗവാനുമായി ആ കയറുകൊണ്ട്, നമ്മളെ ജീവിതമാകുന്ന ആ കയറുകൊണ്ട്, ജീവിതമാകുന്ന ആ കയറുകൊണ്ട്, ഇഴപിരിയാത്ത കയറുകൊണ്ട് നമ്മളെ ഭഗവാനുമായി ചേർത്ത് കെട്ടി നിർത്തിയിരിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിലെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ജീവിത ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നോട്ടെത്തേണ്ടതുണ്ട്. നമ്മളെങ്ങനെ തളർന്നിരുന്നാൽ മതിയോ? അല്ലല്ലോ. അപ്പോൾ നമ്മളെ ജീവിതത്തിൻ്റെ വിജയങ്ങളിലേക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ സാന്നിധ്യം കൂടിയേ തീരൂ. നമ്മുടെ കൂടെ എപ്പോഴും ആരുണ്ടാവണം? നമ്മുടെ മനസ്സിൽ ആരുണ്ടാവണം? പൊന്നുണ്ണിക്കണ്ണൻ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന ചിന്തയിലൂടെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ഭഗവാൻ ചെയ്ത സൂത്രമാണ് ആ ഉരലിന്മേൽ ഉരലിന്മേൽ ഭഗവാനാകുന്ന ധാമം കൊണ്ട്, ആ ജീവിതം കൊണ്ട് ഭഗവാനെ ചേർത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാവമാണ് ദാമോദര ഭാവം. അതാണ് ഭഗവാന്റെ ദാമോദര ലീല എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പൊന്നുണ്ണി കണ്ണൻ്റെ വലത്തേ കയ്യിൽ വെണ്ണയുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. അങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ കണ്ണൻ്റെ കണ്ണിലെ പ്രകാശത്തെ നമുക്ക് കാണാം. ശ്രീലകത്ത് എങ്ങനെയാണ് നിൽക്കുന്നത്? ഇങ്ങനെയുള്ള ഭാവത്തിൽ. എന്തെങ്കിലും ഒരു കുസലുണ്ടോ? ഒരു കുസലുമില്ല, പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ അമ്മ കെട്ടിയിട്ട കയറുമായിട്ട് അങ്ങനെ മെല്ലെ പാവം നമ്മുടെ പൊന്നുണ്ണി അങ്ങനെ നിൽക്കുന്ന ഭാവമാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നല്ലേ. അങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിയുടെ കയ്യിലുള്ള വെണ്ണ കണ്ടോ? അല്ലേ, എന്തൊരു പുഞ്ചിരിയല്ലേ കണ്ണൻ്റെ. ആടയാഭരണങ്ങളെ കണ്ടോ? അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ കണ്ടോ? എത്ര മനോഹരമായിട്ടാണ് വനമാലയും ഉണ്ടമാലയൊക്കെ ചാർത്തിയിരിക്കുന്നത്. കഴുത്തിൽ എത്ര മാലയുണ്ട്! ഉണ്ടമാലയുണ്ട്, വളയം പോലത്തെ മാലയുണ്ട്, കുറേ മുത്തുകളുണ്ട്, രത്നങ്ങളുണ്ട്, ഒരു കുറേ നല്ല നല്ല മാലകളൊക്കെ സ്വർണ്ണത്താലിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കുറേ മാലകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇട്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കി ഇങ്ങനെ ശ്രീലകത്ത് നമ്മളെ കാണാനായിട്ട് കണ്ടോ? എൻ്റെ ഭാവം കണ്ടോ? എൻ്റെ അമ്മ അതാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ എന്ന് നമ്മളോട് ദയനീയമായി ചോദിച്ചുകൊണ്ട് ആരെങ്കിലും ഒന്ന് അയച്ചു തരുമോ? എങ്കിൽ ഞാൻ അയച്ചു തരുന്ന ആരാണോ എന്നെ ഈ ഉരലിൽ നിന്ന് അയച്ചു തരുന്നത് അവർക്ക് ദാ എൻ്റെ കയ്യിലുള്ള വെണ്ണ ഞാൻ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അതാ വെണ്ണയും പിടിച്ചു നിൽക്കുന്നു. വലത്തേ കയ്യിൽ പിടിച്ചിരിക്കുന്ന വെണ്ണ കണ്ടോ? ആരാണ് കണ്ണൻ ഇങ്ങനെ അയച്ചു വിടുന്നവർക്കുള്ളതാണ് വെണ്ണ. നമ്മളെന്തായാലും ശ്രീലകത്തേക്ക് നമ്മൾ കണ്ണനെ കാണാൻ പോയിക്കല്ലേ. എന്തായാലും പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ അയച്ചു വിടാനായിട്ട് തയ്യാറാണ്. കണ്ണൻ അതാ നമ്മളെ നോക്കിച്ചിരിക്കുന്നു. വെണ്ണ വേണോ എന്ന് നമ്മളോട് ചോദിക്കുന്നു. അങ്ങനെ ശ്രീലകത്തെത്തിയ നമുക്കെല്ലാവർക്കും കണ്ണൻ്റെ കയ്യിൽ നിന്ന് വെണ്ണ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുണ്ടല്ലേ. എന്ത് രസമല്ലേ കണ്ണൻ തരുന്ന വെണ്ണ, ആ ജീവിതമാകുന്ന മധുരം. കണ്ണൻ കൂടെ ഉണ്ടെങ്കിൽ എന്തിനാ പിന്നെ പേടിക്കുന്നത്? ജീവിത ലക്ഷ്യത്തിലേക്ക് നമുക്ക് യാത്ര തുടരണ്ടേ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ കണ്ണനെപ്പോഴും കൂടെ നിൽക്കണ്ടേ, ചേർത്ത് പിടിക്കണ്ടേ. പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. സദാസമയം
പൊന്നുണ്ണിക്കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ആ ശ്രീലകത്ത് നിന്നുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് മനസ്സ് കുളിരണിയിച്ചുകൊണ്ട് അങ്ങനെ ശ്രീലകത്ത് നിൽക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ഭഗവാന്റെ പുണ്യനാമത്താൽ ഹരേ കൃഷ്ണ എന്ന നാമത്തിൽ എൻ്റെ വാക്കുകളെല്ലാം ഭഗവാന്റെ ആ പൊന്നുപാദങ്ങൾ സമർപ്പിക്കുന്നു, പൊന്നുണ്ണിക്കണ്ണനെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവാനെ ഇന്ന് വന്നു കണ്ട എല്ലാവർക്കും ജീവിതത്തിൽ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിട്ട് എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള രോഗികളായിട്ടുള്ള ബെഡ് റിഡനൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കുകയാണ്. അവർക്കും ഭഗവാന്റെ അനുഗ്രഹം ആ വെണ്ണ നുണയാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ദിവ്യനാമത്തിൽ എൻ്റെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ രാധേശ്വരം ഹരേ നാരായണ ഹരിയോം ഹരിയോം. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ശാന്തി ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.